NCP ശരത് പവാർ പക്ഷത്തിന് ചിഹ്നം അനുവദിച്ച് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ്. കാഹളം മുഴങ്ങുന്ന മനുഷ്യന്റെ ചിഹ്നമാണ് അനുവദിച്ചിട്ടുള്ളത്. അജിത് പവാർ പക്ഷത്തിന് ക്ലോക്ക് ഉപയോഗിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് ഈ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേർന്നുണ്ട്. ഗൗതം, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, NCP രണ്ട് കക്ഷികളായി പിളർന്ന സാഹചര്യത്തിലാണ് ഈ ക്ലോക്ക് ചിഹ്നത്തിന് വേണ്ടിയുള്ള വലിയ മത്സരം പാർട്ടിക്കകത്ത് നടന്നത്. ഒടുവിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടുതൽ MLA-മാരുടെയും മറ്റും പിന്തുണ അജിത് പവാറിനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് വർഷങ്ങളായുള്ള NCP രൂപീകരിച്ചത് മുതലുള്ള ക്ലോക്ക് ചിഹ്നം അജിത് പവാറിന് നൽകിയത്. എന്നാൽ ഇതിനെ ചോദ്യം ചെയ്ത് ശരത് പവാർ പക്ഷം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഇതിലാണ് ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്ലോക്ക് ചിഹ്നം അജിത് പവാറിന് തന്നെയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സുപ്രീം കോടതിയും ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇതേ ചിഹ്നം അജിത് പവാർ പക്ഷത്തിന് നൽകിയിരുന്നു. അജിത് പവാർ പക്ഷം നിലവിൽ NDA-ക്കൊപ്പമാണ്. BJP നേതൃത്വം നൽകുന്ന മുന്നണിയുടെ ഭാഗമാണ്. എന്നാൽ ശരത് പവാറിന് കാഹളം മുഴക്കുന്ന മനുഷ്യന്റെ താൽക്കാലിക ചിഹ്നമാണ് സുപ്രീം കോടതി ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ഇതൊരു ഇടക്കാല ഉത്തരവാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ചിഹ്ന തർക്കം താൽക്കാലികമായി പരിഹരിക്കുവാൻ സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് ഇറക്കിയത്. വ്യക്തമാണ്. ഗൗതമാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.